നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി പഴവൂരിൽ ആടുമോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പഴവൂർ പുത്തൻപീടികയിൽ സാദിഖിന്റെ ഫാമിലെ ആടുകളെ മോഷ്ടിക്കാനെത്തിയ 4 പേരാണ് പിടിയിലായത്. ഒറ്റപ്പാലം സ്വദേശി നസീറും ഇയാളുടെ മകനും ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. വ്യാഴാഴ്ച പുലർച്ചെ 1:30 സംഭവം. അറവുശാല നടത്തുന്ന സാദിഖിന്റെ ഫാമിൽ നിന്നാണ് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയത്. വാഹനത്തിൽ ആടുകളെ കയറ്റുന്നതിനിടയിൽ ശബ്ദം കേട്ട അയൽവാസി വാഹനം തടഞ്ഞ് സാദിഖിനെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടയിൽ പ്രതികൾ തൊട്ടടുത്തുള്ള വനത്തിലേക്ക് കയറി. തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ പുലർച്ചെ 5 മണിയോടെയാണ് ഇവരെ കണ്ടെത്തിയത്. മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട നിലയിൽ വനത്തിലെ പാറക്കൂട്ടത്തിന് മുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു പ്രതികൾ. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. പെരുമ്പിലാവ് തിപ്പിലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് വടക്കേകാട് സ്വദേശികളായ 3 യുവാക്കൾക്ക് പരിക്കേറ്റു. 18 വയസ്സുള്ള ശബരിനാഥ്, 24 വയസ്സുള്ള കിരൺ, 21 വയസ്സുള്ള നീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിപ്പിലശ്ശേരി ALP സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 4-നാണ് അപകടം നടന്നത്. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് വന്നിരുന്ന ബൈക്കാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. എരുമപ്പെട്ടി പതിയാരത്തുനിന്ന് മലമ്പാമ്പിനെ പിടികൂടി. പതിയാരം പള്ളിക്ക് സമീപം മുരിങ്ങാത്തേരി ജോസിന്റെ വീട്ടുവളപ്പിലാണ് മലമ്പാമ്പിനെ കണ്ടത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഓണവിശേഷം. ഓണവിപണി കേരളമെങ്ങും സജീവമാകുമ്പോൾ ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ പപ്പടത്തിന്റെ പിന്നിലെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഉഴുന്നിന്റെയും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും വില ഇരട്ടിയായതോടെ ചാവക്കാട്ടെ പരമ്പരാഗത പപ്പട നിർമ്മാതാക്കൾക്ക് ഈ ഓണക്കാലം പ്രതീക്ഷയുടേതല്ല, മറിച്ച് അതിജീവനത്തിൻ്റെതായി മാറിയിരിക്കുകയാണ്. ചാവക്കാട് നിന്ന് RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പായയിൽ നിരത്തിവെച്ച വെളുത്ത പപ്പടങ്ങൾ, കൈകളുടെ താളത്തിൽ വട്ടം പരത്തുന്ന തൊഴിലാളികൾ, തലമുറകളായി തുടരുന്ന ഒരു കുടിൽ വ്യവസായത്തിന്റെ ജീവനുള്ള കാഴ്ചകളാണിവ. ഓണസദ്യയിൽ ഒരു പപ്പടം പൊട്ടുന്ന ശബ്ദം സന്തോഷത്തിന്റെ അടയാളമാണെങ്കിൽ ആ പപ്പടം ഉണ്ടാക്കുന്ന കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആശങ്കയുടെ നിശബ്ദതയാണ് നിറയുന്നത്. ചാവക്കാട് മേഖലയിലെ നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി പാരമ്പര്യ രീതിയിൽ കൈകൊണ്ട് പപ്പടം നിർമ്മിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉഴുന്ന് കുതിർത്ത് അരയ്ക്കുന്നത് മുതൽ മാവ് കുഴച്ച് ചെറിയ ഉരുളകളാക്കി കൈകൊണ്ടു പരത്തി ഉണക്കുന്നതുവരെ ഓരോ ഘട്ടവും കഠിനാധ്വാനം നിറഞ്ഞതാണ്. എന്നാൽ ഇത്തവണ ഓണക്കാലം ഇവർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. പപ്പട നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവായ ഉഴുന്നിന് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലേറെ വിലയാണ്. എണ്ണ, കുരുമുളക്, ജീരകം, പാക്കിംഗ് സാമഗ്രികൾ എന്നിവയുടെ വിലയും കുത്തനെ ഉയർന്നു. വിലക്കയറ്റം രൂക്ഷമായിട്ടും പപ്പടത്തിന്റെ വിപണി വില അതേ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. വലിയ കമ്പനികളുടെ യന്ത്രനിർമ്മിത പപ്പടങ്ങളുമായി മത്സരിക്കേണ്ടതിനാൽ വില കൂട്ടിയാൽ ഉപഭോക്താക്കളെ നഷ്ടപ്പെടുമെന്ന ആശങ്കയും നിർമ്മാതാക്കൾക്കുണ്ട്. തനതായ രീതിയിൽ നിർമ്മിക്കുന്ന പപ്പടങ്ങൾക്ക് ഇന്നും വിപണിയിൽ പ്രത്യേക സ്ഥാനമുണ്ട്. യന്ത്രങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന പപ്പടങ്ങളെക്കാൾ കൈകൊണ്ട് പരത്തിയെടുക്കുന്ന പപ്പടത്തിന് രുചിയും മുറുമുറുപ്പും ഗുണമേന്മയും കൂടുതലാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ആവശ്യക്കാരും ഏറെയാണ്. എന്നാൽ ആവശ്യക്കാർ വർദ്ധിച്ചിട്ടും ലാഭം വർദ്ധിക്കുന്നില്ല എന്നതാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ചെലവ് കുതിച്ചുയരുമ്പോൾ വരുമാനം അതേപടി തുടരുന്നത് കുടുംബങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയാക്കുകയാണ്. പപ്പടത്തിന് കച്ചവടമൊക്കെ ഉണ്ട്, പക്ഷേ ഉഴുന്നിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കവറിന് ഇപ്പോൾ യുദ്ധം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കവറിനൊക്കെ 1 കിലോന് 100 രൂപയാണ് കൂടിയത്. അപ്പോൾ ഇത്
നമ്മൾ ഒരു വിധം ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് പപ്പടപ്പണിയൊന്നും ആരും പഠിക്കണമൊന്നുമില്ല. പിന്നെ ജോലിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാണ്. മറ്റൊരാശങ്ക പുതിയ തലമുറയുടെ പിന്മാറ്റമാണ്. കഠിനാധ്വാനവും കുറഞ്ഞ വരുമാനവും കാരണം യുവാക്കൾ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ താല്പര്യം കാണിക്കുന്നില്ല. അതോടെ തലമുറകളായി നിലനിന്നിരുന്ന ഈ കുടിൽ വ്യവസായത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാവുകയാണ്. ഓണസദ്യയിൽ മലയാളികൾ ആസ്വദിക്കുന്ന ഓരോ പപ്പടത്തിനു പിന്നിലും ഇങ്ങനെ ഒരു പിടി കുടുംബങ്ങളുടെ അധ്വാനവും ജീവിത പോരാട്ടവുമുണ്ട്. ആ പരമ്പരാഗത രുചി നിലനിർത്താൻ ഈ ചെറുകിട നിർമ്മാതാക്കൾക്ക് കൂടുതൽ പിന്തുണയും സംരക്ഷണവും ആവശ്യമാണ്. മറ്റു വാർത്തകളിലേക്ക്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലും പാട്ടിനെ കൂട്ടുപിടിച്ച് മുന്നേറുന്ന കാഴ്ചപരിമിതിയുള്ള ദമ്പതികൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഭിന്നശേഷിക്കാരനായ മകന്റെ ചികിത്സയ്ക്കും കൈത്താങ്ങാകാൻ കലാകാരന്മാർ ഗുരുവായൂരിൽ ഒരുമിക്കുന്നു. വടക്കാഞ്ചേരി സ്വദേശിനിയും ആകാശവാണി ദൂരദർശൻ കലാകാരിയുമായ ലൈല ഷാജിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന് പ്രതീക്ഷയേകിയാണ് സർഗധ്വനി മെഗാ ഷോ സംഘടിപ്പിക്കുന്നത്. V4 മ്യൂസിക് ബാൻഡ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 22 വൈകിട്ട് 4 ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് സംഗീതഹാസ്യ നൃത്തവിരുന്നൊരുക്കുന്നത്. കാഴ്ചപരിമിതിയുള്ള ലൈലയും ഭർത്താവ് ഷാജിയും കുട്ടികളെ പാട്ടുപഠിപ്പിച്ചും ഗാനമേളകൾ അവതരിപ്പിച്ചുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടെയാണ് അവരുടെ 10 വയസ്സുള്ള മകന്റെ ചികിത്സയ്ക്കായി എല്ലാ മാസവും വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുന്നത്. ചികിത്സാ ചെലവിന്റെ ഭാരത്തിൽ വീടുപണി പൂർത്തിയാക്കാനാകാത്ത അവസ്ഥയിലാണ് കുടുംബം. ഈ സാഹചര്യത്തിലാണ് വിഭിന്ന വൈഭവ വികസന വേദി മ്യൂസിക് ബാൻഡ് ഇന്ത്യയും കലാകാരന്മാരും കൈകോർക്കുന്നത്. സർഗധ്വനിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ലൈല ഷാജി ദമ്പതികളുടെ വീടുപണി പൂർത്തീകരിക്കുന്നതിനും മകന്റെ ചികിത്സയ്ക്കുള്ള ധനസഹായത്തിനുമായി വിനിയോഗിക്കും. ദേശീയ പുരസ്കാര ജേതാവ് വൈക്കം വിജയലക്ഷ്മി, സംഗീത സംവിധായകൻ ദീപക് ദേവ്, തുളസിക്കതിർ നുള്ളിയെടുത്ത് എന്ന ഗാനത്തിലൂടെ ശ്രദ്ധ നേടിയ ഹന ഫാത്തിമ തുടങ്ങിയവർ സംഗീത വിരുന്നിൽ പങ്കെടുക്കും. വിവിധ ചാനലുകളിലൂടെ ശ്രദ്ധേയരായ ഷാഫി റഹ്മാനും ഭവീഷും നയിക്കുന്ന കോമഡി ഷോയും തൃശൂർ നടന ഡാൻസ് സ്റ്റുഡിയോയുടെ നൃത്തപരിപാടികളും മെഗാ ഷോയുടെ ഭാഗമാകും. ഒരു പാസ് വാങ്ങുമ്പോൾ ഒരു കലാപരിപാടി കാണുന്നതിനു പുറമെ ഒരു വീടിന്റെ പൂർത്തീകരണത്തിനും ഒരു കുഞ്ഞിന്റെ ചികിത്സയ്ക്കും പങ്കാളിയാകാം എന്നതാണ് സംഘാടകരുടെ സന്ദേശം. കൂടുതൽ വിവരങ്ങൾക്ക് 9567668485 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. V4 മ്യൂസിക് ബാൻഡ് ഇന്ത്യ രക്ഷാധികാരി കൃഷ്ണദാസ് തമ്പാൻ, പ്രസിഡന്റ് ലൈല ഷാജു, പ്രോഗ്രാം കമ്മിറ്റി പ്രസിഡന്റ് സുബിത മഞ്ജു, സെക്രട്ടറി രാധാ സതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത കക്കാടുമന ശശിധരൻ നമ്പൂതിരി സ്ഥാനമേറ്റു. ചോറ്റാനിക്കര കീഴ്ക്കാവ് മേൽശാന്തിയായിരിക്കെയാണ് ധന്വന്തരി ക്ഷേത്രത്തിലെ മേൽശാന്തി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത 2 വർഷക്കാലം സ്ഥാനം വഹിക്കും. ചരമം. ഗുരുവായൂർ കാരക്കാട് മടത്തിൽ പറമ്പിൽ M. ശ്രീധര പ്രഭു നിര്യാതനായി. 87 വയസ്സായിരുന്നു. ഗുരുവായൂർ കിഴക്കേ നടയിലെ പ്രഭൂസ് സ്റ്റോഴ്സ് ഉടമയാണ്. ദീർഘകാലം മാതൃഭൂമി പത്രത്തിന്റെ ഏജന്റായിരുന്നു. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷനിൽ ദീർഘകാലം ഭാരവാഹിയായിരുന്നു. സംസ്കാരം നടത്തി. വിനയ ഭാര്യയാണ്. ബിന്ദുറാണി, ബീന, സന്ധ്യ, ഇന്ദുറാണി എന്നിവരാണ് മക്കൾ. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.